പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ കുറച്ച് ഇലച്ചെടികളെ വിശേഷമാണ് പറയണത് കേട്ടോ. വീഡിയോക്ക് പോകുന്നതിന് മുന്നേ തന്നെ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അമർത്തുക കേട്ടോ. അതുപോലെ തന്നെ അടിയിലുള്ള ബെല്ലൈക്കനൊന്ന് അമർത്തിയിട്ടുണ്ടെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. അതുപോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് രൂപത്തിൽ അറിയിക്കുക കേട്ടോ. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ നമുക്ക് വീഡിയോക്ക് പോകട്ടോ. വീഡിയോക്ക് പോകുന്നതിൻ്റെ മുന്നേ തന്നെ പറഞ്ഞില്ലേ, എല്ലാവരും ഒന്നാണ് സബ്സ്ക്രൈബ് ചെയ്തോ കേട്ടോ. ഒന്നും മറക്കണ്ട, എന്തൊരു പ്രശ്നമൊന്നുമില്ലല്ലോ. ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അമർത്തിയാൽ മതി. അപ്പോൾ നമുക്ക് വീഡിയോക്ക് പോകട്ടോ. ഇത് ഒരു ഇലച്ചെടി പറഞ്ഞിട്ട് കാണാൻ നല്ല ഭംഗിയുള്ളൊരു ചെടിയാണ് കേട്ടോ. ഇതിൻ്റെ ചെറിയ കമ്പാണ് നമ്മൾ നടുന്നത്. നമ്മൾ ഈ ഇലച്ചെടികളൊക്കെ നടുമ്പോൾ വലിയ വണ്ണുള്ള കമ്പ് നട്ടിട്ടുണ്ടെങ്കിൽ പിടിക്കും കേട്ടോ. ഇതുപോലെ ഈ ഒരു കളർ ഇങ്ങനെ വേണ്ടിയില്ല, ഇവിടെ കൊണ്ട് കട്ട് ചെയ്യുക കേട്ടോ. ഈ മേൽഭാഗം കട്ട് ചെയ്യുക. ഇങ്ങനെ ഇവിടെ ഒരു 2 ഇഞ്ച് മണ്ണുക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഇതുപോലെ ഉണ്ടാവും കേട്ടോ. നമ്മളിത് വേണ്ടിയില്ല, ഇതിൻ്റെ തണ്ടൊന്നും കാണുന്നില്ലല്ലോ. അടിയിൽ നിന്ന് തന്നെ ഇലകളായിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. ഇതുണ്ടാവും അതിൻ്റെ അടിയിൽ നിന്ന് ഫുള്ള് നമ്മൾ അതുപോലെ ഞാനിപ്പോൾ കാണിച്ചു തന്നില്ല, ആ ഭാഗത്താണ് നമ്മളിത് കട്ട് ചെയ്തിട്ടുള്ളത്. ഒരു 4 ഇഞ്ച് മുകൾക്കും ഒരു പിന്നെ 2 ഇഞ്ച് അടിക്കുമായിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിലുള്ള ഇത് പറഞ്ഞാൽ നമ്മൾ ഈ ചട്ടി നിറഞ്ഞ് നിൽക്കണ മാതിരി ഇതിൻ്റെ ഈ പിന്നെ ഇലകൾ തന്നെ അടിഭാഗം തണ്ട് കാണാതെ ഉണ്ടാവും കേട്ടോ. ഇത് കണ്ടില്ലേ, ഇതൊക്കെ കണ്ടില്ലേ, നമ്മൾ ഏറ്റവും അടിയിൽ നിന്നാണ് ഇതിൻ്റെ ഇലകൾ ഉണ്ടാകുന്നത്. ഇനി നമുക്കിത് ഒരു ഒന്നാണ്ട് മൂത്തിട്ട് ഇവിടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതിന് ചെറിയ ഇവിടുന്നൊക്കെ നല്ല ചെറിയ ശിഖരങ്ങളുണ്ടാവും. ഇവിടെ കൊണ്ട് കട്ട് ചെയ്താൽ മതി. അപ്പോൾ ഇത് നമ്മളിത് പിന്നെ ഈ ഒരു ചട്ടി നിറയെ ഈ ഒരു ചെടിയാവും. ഇത് കാണാൻ നല്ല ഭംഗിയുള്ള ചെടിയാണ് കേട്ടോ. പക്ഷേ ഇതിൻ്റെ ഇലകൾ കുറച്ച് വെയിലിൻ്റെ കാരണം കുറച്ച് ഇവിടുന്നൊക്കെ ചാടിയിട്ടുണ്ട്. ഫസ്റ്റ് ഉണ്ടായ ഇലകളൊക്കെ ഇപ്പോഴും നിൽക്കുകയാണ്. അതിൻ്റെ മുന്നേ ഇപ്പോൾ ഈ മാസം ഉണ്ടായ ഇലകളാണ് ഇപ്പോൾ ചാടിപ്പോയത് കേട്ടോ. അപ്പോൾ വെയിൽ കുറച്ച് കൂടുതലായതുകൊണ്ടാണ്, അത് പുതിയ തയ്യുമല്ലേ, അതുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടായിട്ടുള്ളത്. പിന്നെ ഈ ഒരു ചെടീൻ്റെ ഭംഗി കണ്ടില്ല, ഇത് നമുക്ക് പിന്നെ ഇതിങ്ങനെ വലുതായാലും ഇതിൻ്റെ അടിയിൽ വേറെയും പിന്നെ ശിഖരങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ കാണിച്ച രീതിയിൽ ഇതിനുണ്ടായിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, ഇതിപ്പോൾ ഇതിൻ്റെ ഒരു ചെറിയൊരു കമ്പ് ഇവിടെ ഉണ്ടായതാണ്. പിന്നെ നമുക്ക് ഇവിടെ ഇപ്പോൾ കണ്ടില്ല, ഇതൊക്കെ ഇവിടെ ചെറിയ ശിഖരങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ആ ഒരു പച്ച ഡോട്ട് കണ്ടില്ല, അതൊക്കെ ചെറിയ നാമ്പുകൾ ഉണ്ടാവുകയാണ് പുതിയത്. അപ്പോൾ അത് നമുക്ക് ഈ ഇതിലിങ്ങനെ കട്ടായിട്ട് നിർത്താൻ പറ്റും. അതുപോലെ തന്നെ വേറൊരു ചെടി ഞാൻ കാണിച്ചത്, ഇത് കണ്ടോ, ഇത് അതുപോലെ തന്നെ ഇങ്ങനെ നല്ല പിന്നെ അപ്പോൾ ഈ ഇലച്ചെടികളൊക്കെ പിന്നെ കണ്ടില്ലേ, ഇത് വേറെ ഒരു പിന്നെ നമുക്ക് പുഷായിട്ടൊക്കെ പിന്നെ സൈഡ് മതിലിൻ്റെ സൈഡിലൊക്കെ നമുക്കിങ്ങനെ ഒരു ലൈനാക്കി കൊടുക്കാൻ പറ്റിയൊരു ചെടിയാണ്. അതുപോലെ തന്നെ ഇവിടെ മഞ്ഞ പിന്നെ ഇതിൻ്റെ പൂവൊക്കെ കഴിഞ്ഞതാണ് കേട്ടോ. ഇത് ഈ ഇലച്ചെടി നിങ്ങൾക്ക് മനസ്സിലായില്ല, ഇതിൻ്റെ ഒരു കളർ ചേഞ്ചാണ് ഇത് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഇലക്ക് ഒരു ഡിസൈനാണ്, പക്ഷെ കളറിനുള്ള മാറ്റങ്ങളാണ് ഇതിനുള്ളത് കേട്ടോ. ഇതിൻ്റെ വെള്ളമാകുമ്പോൾ അതിന് പച്ച അങ്ങനത്തെ മാറ്റങ്ങളാണ് ഈ വരുന്നത്. പിന്നെ അത് ഈ ഇലച്ചെടി കണ്ടില്ല. പിന്നെ അതുപോലെ തന്നെ ഇതും ഇപ്പോൾ വെയിലിൻ്റെ കാഠിന്യം കൊണ്ടാണ് ഇതിൻ്റെ ഇലകൾക്കൊക്കെ ഒരു പിന്നെ ഇത് വന്നിട്ടുണ്ട്. മുകളിലുള്ള ഇല നല്ല ഉഷാറാണ്. പിന്നെ അതുപോലെ തന്നെ ഇതും ഇവിടെ നമ്മൾ അധികം ചൂസ് ചെയ്തിട്ടുള്ളത് പിന്നെ ഇലച്ചെടികൾ തന്നെയാണ് കേട്ടോ. പിന്നെ അതുപോലെ ഇത് കണ്ടില്ല, ഇത് ഒരു പ്രത്യേക ഒരു കളറാണ് ഇതിന് കേട്ടോ. നല്ല പിരിഞ്ഞിട്ടാണ് ഇനി ഇത് വരിക. ഇത് കണ്ടില്ല, ഇത് നല്ല പിരിയാണ് ഇതിൻ്റെ ഈ ഒരു ഇതിന്. പക്ഷെ നമ്മളത് വലിയൊരു കമ്പ് നട്ടാണ് കേട്ടോ. ഇനി അടിയിലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ ഈ ചെടി കണ്ടില്ല, ഇത് പിന്നെ നമ്മൾ പിന്നെ നടുമ്പോൾ ഇത്ര
ഒരു കളർ ഉണ്ടായിരുന്നത്. ഈ ചട്ടിയിലാകുമ്പോഴാണ് ഈ ഇലച്ചെടീൻ്റെ കളറുകൾ ശരിക്കും നമുക്ക് കിട്ടും. അത് കണ്ടില്ലേ, ഈ ഒരു പുല്ല്, ഈ പുല്ല് ഈ ഒരു ആസ്പെറ്റോസ് പിന്നെ പൈപ്പ് മേലാണ് ഇത് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഒരുപാട് പൈപ്പിൽ ഫുള്ള് 8 പൈപ്പിലായിട്ടിങ്ങനെ ചെയ്തിട്ടുണ്ട്. കണ്ടില്ലേ, ഒരേ ലൈനിലാണ് നമ്മൾ ഈ പിന്നെ ആസ്പെറ്റോസ് ഇത് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇത് ഒരു ഓലച്ചെടി കണ്ടില്ലേ, ഇത് ഇവിടെ നമ്മൾ പിന്നെ ഒരു പാട് ചട്ടിയിൽ വെച്ചിട്ടുണ്ട്. ഈ ഒരു ലൈന് അതുവരെ നമ്മൾ ഈ പിന്നെ ഓലച്ചെടികളാണ് വെച്ചിട്ടുള്ളത് കേട്ടോ. അതിൻ്റെ ഇടയിലൂടെ ആസ്പെറ്റോസ് പിന്നെ തൂണിലും നമ്മളിത് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ഈ ഓലച്ചെടി ഇതൊക്കെ പുതിയത് ഇപ്പോൾ നമ്മൾ വെച്ചതാണ് കേട്ടോ. ഇതിവിടെ ആദ്യമുള്ളൊരു മദർ പ്ലാന്റ് ആണിത്. പിന്നെ ഇതുണ്ടല്ലേ ഇവിടെ പിന്നെ ഇതൊരു ഇലച്ചെടി ഇവിടെ നിലത്ത് കണ്ടാണ് കേട്ടോ. ഇത് ഇത്ര തന്നെ വലുതാനായിക്കുള്ളൂ, അപ്പോഴത്തേനും ഇതിനെ കട്ട് ചെയ്ത് കൊടുക്കുന്നതാണ്. പിന്നെ അതുപോലെ നമ്മൾ റെഡ് പ്ലാന്റ് കണ്ടില്ല, റെഡ് പ്ലാന്റ് പിന്നെ നല്ല ഉഷാറായിട്ടുണ്ടാവണുണ്ട്. ഇതിന് നമ്മളൊരു ബോർഡർ കൊടുത്തിട്ട് ആ മിഷൻ പോലെ വെട്ടി ഒതുക്കുന്ന ആ ഒരു ചെടി ഉണ്ടല്ലോ, അതാണ് നമ്മളിതിന് പിന്നെ ബോർഡറായിട്ട് കൊടുത്തിട്ടുള്ളത്. ഇങ്ങനെ കട്ട് ചെയ്ത് പിന്നെ ഇതിൻ്റെ ചുറ്റുപാടൊന്നും ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. ആ ബോർഡർ പിന്നെ കൊടുക്കുന്ന പച്ച ഇതുണ്ടല്ലോ, അത് ഇതിൻ്റെ ചുറ്റുപാടും വെച്ചിട്ടുണ്ട്. അതിങ്ങനെ വലുതായി വന്നിട്ടില്ല എന്നുള്ളൂ. കുളത്തിലൊക്കെ നിറച്ച് മീനുകളാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മളെ ചെടികളൊക്കെ നല്ല ഉഷാറായിട്ടുണ്ടാകുന്നുണ്ട്. പിന്നെ രാവിലെയാണ് ഈ പിന്നെ വീഡിയോ എടുക്കുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ വെയിലിൻ്റെ ഒരു കുറവുണ്ടാവും. പിന്നെ ഇത് കണ്ടില്ല, ഈ ബോഗൺവില്ല അതൊക്കെ ഇപ്പോൾ പിന്നെ നമ്മൾ കട്ട് ചെയ്ത് ഒക്കെ പൂ കഴിഞ്ഞത് ഇപ്പോൾ പുതിയ പൂക്കളാണ് ഇത് വരുന്നത് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇവിടെ പിന്നെ ആദ്യം ഉള്ളതിലൊക്കെ നല്ല പൂക്കളുണ്ട് കേട്ടോ. പൂക്കൾ നല്ല ഉഷാറായിട്ടുണ്ടാവുന്നുണ്ട്. പിന്നെ ഇത് ഒരു വയലറ്റ് കളറുണ്ട്, ഇവിടെ ഒരു റെഡ് കളറുണ്ട്. പിന്നെ ബോഗൺവില്ല നമ്മളത് നല്ല ഉഷാറായിട്ടുണ്ടാവുന്നുണ്ട് കേട്ടോ. ഇവിടെ നമുക്ക് എടുത്ത് പറയേണ്ട പിന്നെ ഒരു കളറ് പറഞ്ഞാൽ 2 കളർ ഒരു മരത്തുമ്മ ഉണ്ടാവുന്നതാണ്. 2 കളർ കേട്ടോ. ഇത് കണ്ടില്ലേ, നമുക്കത് കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഒരു ഭംഗി തോന്നുന്നുണ്ട്. ഈ ഒരു ഇത് ഒരൊറ്റൊരു കൊമ്പാണ് കേട്ടോ. ഈ ഒരു കൊമ്പുമ്മലാണിത് പിന്നെ ഒരു ബൊക്കെ പോലെയാണ് ഉണ്ടായിട്ടുള്ളത് കേട്ടോ. ഇത് കണ്ടില്ലേ, നമ്മളെ കയ്യിൽ ഒന്ന് ഒതുങ്ങാൻ മാത്രമൊന്നുമല്ല കേട്ടോ. വലിയൊരു ഒരൊറ്റ കൊമ്പുമ്മലാണ് ഇത് ഉണ്ടായിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവിടെ അതിന് വേറൊരു കൊമ്പിൽ അങ്ങനെ ഉണ്ടായി വരുന്നുണ്ട് കേട്ടോ. ഇത് ഒരു കണ്ടില്ല, നമുക്കിങ്ങനെ ദൂരത്ത് നിന്ന് ഇങ്ങനെ നോക്കുമ്പോഴാണ് ഇതിൻ്റെ ആ ഒരു പിന്നെ പൂവിൻ്റെ ആ ഒരു ഭംഗി കിട്ടുന്നത്. ഇത് ഒരൊറ്റ ഒരു ചെറിയൊരു ചില്ലമ്പലാണ് ഇതിങ്ങനെ ഉണ്ടായിട്ടുള്ളത്. ഇതിൻ്റെ പിന്നെ മറ്റേ കൊമ്പുമ്മലൊക്കെ ഉണ്ട് കേട്ടോ അതുപോലെ. പക്ഷേ ഇങ്ങനെ ഒരു പിന്നെ ഭംഗിയിൽ നമ്മളിത് പിന്നെ ഇത്ര ഇങ്ങനെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഇതിൻ്റെ കൂട്ടത്തിലൊന്നും ഇങ്ങനെ നിൽക്കുമ്പോൾ നമുക്കൊരു പിന്നെ ആ ഭംഗി ഇങ്ങനെ കിട്ടുള്ളൂ. ഇങ്ങനെ വേറിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ വേണ്ടിയില്ല. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഇതിലൊക്കെ ഇങ്ങനെ പൂക്കൾ ഉണ്ടായി വരണുള്ളൂ കേട്ടോ. പിന്നെ പൂവ് ഇപ്പോൾ ഒരു 2-3 ട്രിപ്പൊക്കെ പൂവ് കഴിഞ്ഞതാണ്. പിന്നെ അതുപോലെ ഇവിടെ നമ്മുടെ മഞ്ഞുണ്ട് ഇവിടെയൊക്കെ. ഇത് ഈ ഒരു ചട്ടി പൊട്ടിയിട്ട് നിലത്തേക്ക് അതിൻ്റെ വേരിറങ്ങിയിട്ടാണ് ഇതിങ്ങനെ പടർന്നുണ്ടാവുന്നത് കേട്ടോ. ഇതിങ്ങനെ വിടാൻ പാടില്ല ശരിക്കും. ഇങ്ങനെ വിട്ടാതെ ഒരു കാട് പോലെ വളർന്ന് നമുക്ക് തന്നെ ഒരു ശല്യമായി മാറും. പിന്നെ ഇവിടെ ഗ്രൗണ്ട് ഓർക്കിഡാണ് ഇവിടെ ഉള്ളത് കേട്ടോ. ഗ്രൗണ്ട് ഓർക്കിഡ് പിന്നെ ഞാൻ ഇടയ്ക്കൊക്കെ കാണിക്കുന്നതാണ്. ഗ്രൗണ്ട് ഓർക്കിഡുമ്മേ പല കളറുണ്ട്. ഇത് കണ്ടില്ലേ, ഇതൊരു കളറാണ്. പിന്നെ ഈ ഒരു കളർ ഇതൊരു മഞ്ഞ കളറാണ് കേട്ടോ. പിന്നെ അത് ഒരു വയലറ്റ് കളറ്. പിന്നെ ഇങ്ങനെ 2 കളറ് മിക്സായിട്ട് വരുന്നത് ഇതൊക്കെ 2 കളറ് മിക്സായിട്ടുള്ളതാണ് കേട്ടോ. പിന്നെ ഇതൊരു പുതിയൊരു കളറാണ്. അതിൻ്റെ കളറ് ഓർമ്മ കിട്ടുന്നില്ല. പുതിയ ഒരു കളറ് കൊടുത്തിട്ട് ഇപ്പോൾ മുട്ടുണ്ടാവണുള്ളൂ കേട്ടോ.
എല്ലാ ചെടികളും പിന്നെ ഗ്രൗണ്ട് ഓർക്കിഡ് ഏകദേശം എല്ലാ ഇതും പിന്നെ പൂവിടാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മളെ തൂക്കുചട്ടിയിലുള്ള ചെടികളാണ് ഇവിടെ വേണ്ടിയില്ല. തൂക്കുചട്ടിയിൽ എല്ലാ ചെടികളും നല്ല ഭംഗിയോടെ ഉണ്ടാകുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ പിന്നെ ഇതൊക്കെ നമ്മൾ വളം ചെയ്തിട്ട് ഇങ്ങനെ നിർത്തിയതാണ് കേട്ടോ. ആ ഒരു പിന്നെ ഇതിലാണ് ഇപ്പോൾ കുറച്ച് പുതിയ തളിര ഇലകളൊക്കെ ഇങ്ങനെ വന്നു തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ആന്തൂറിയ വേണ്ടിയില്ല, ആന്തൂറിയ തമ്മിൽ നല്ല പൂക്കൾ വരുന്നുണ്ട് കേട്ടോ. ആന്തൂറിയ പ്രാവശ്യം അത്ര ഒരു ഉഷാറായിട്ടില്ല. അത് നമ്മൾ റീപോർട്ട് ചെയ്ത് അതിന് എന്തൊക്കെയോ ഒരു പ്രശ്നം വന്ന് കണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. പിന്നെ ആന്തൂറിയത്തിൻ്റെ പോട്ടിങ് എങ്ങനെയാണെന്നൊന്ന് നിങ്ങൾക്ക് അറിവുകളൊന്ന് അതിൻ്റെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അതുപോലെ ഇവിടെ തൂക്കിയട്ടിയിലാണ് ഇതൊരു പിന്നെ ഒരു തളിരലായിട്ട് ഇതിങ്ങനെ പൂവൊന്നും ഉണ്ടാവില്ല കേട്ടോ. അതുപോലെ തന്നെ ഇതുണ്ട് ഈ മഞ്ഞ, ഇതിൻ്റെ മഞ്ഞ കളറ് നിറയെ പൂക്കളാണ് ഇതിന്മേൽ കേട്ടോ. അതുപോലെ തന്നെ അവിടെ കണ്ടില്ല ഫുള്ള് ആ ഭാഗത്ത് പിന്നെ ഇങ്ങനെ തൂക്കട്ടിയിൽ നമുക്കിനി പിന്നെ ഇതിൻ്റെ ഈ ഭാഗത്ത് ഇവിടെ കുറച്ച് പിന്നെ ഇതൊക്കെ തൂക്കുകെട്ടിൽ നമുക്ക് തൂക്കിടാനുള്ള ചെടികളാണ് കേട്ടോ. ഈ ഭാഗത്ത് ഇത് നമ്മൾ ഈ ഇവിടെ ഒരു ഹുക്ക് അതിമൊന്ന് കണ്ട് സപ്പോർട്ട് കൊടുത്തിട്ട് ചെയ്യണം. ഈ ഭാഗത്തൊക്കെ മഞ്ഞ പൂക്കളുണ്ടല്ലേ, ഇതിലൊക്കെ നല്ല പൂക്കൾ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിനി ഈ വീഡിയോ വല്ലാതെ നീട്ടിക്കൊണ്ടുപോകണില്ല കേട്ടോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ അടിയുള്ള ബെല്ലൈക്കണും അമർത്തിയിട്ടുണ്ടെങ്കിൽ അടുത്ത എല്ലാ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. അതുപോലെ തന്നെ പിന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. അതുപോലെ നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് രൂപത്തിൽ അത് പിന്നെ അറിയിക്കുക. നിങ്ങൾക്ക് ഈ പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. പിന്നെ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ എന്നാൽ പിന്നെ എന്തെങ്കിലും പിന്നെ അഭിപ്രായങ്ങളോ പിന്നെ നിർദ്ദേശങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിലൊന്ന് കമൻറ്റ് രൂപത്തിൽ അറിയിക്കാൻ മറക്കരുത്. പ്രത്യേകിച്ച് പറയാനുള്ളതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഞാൻ ഒരുപാട് വീഡിയോ പിന്നെ ചെടികളെ പറ്റിയും പച്ചക്കറികളെ പറ്റിയും എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ മറ്റ് വീഡിയോകളൊന്ന് കാണും കേട്ടോ. കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് അറിയിക്കുകയും ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഈ ഒരു പിന്നെ ഇത് കണ്ടില്ലേ തെച്ചി ഇത് പിന്നെ നല്ല പൂക്കൾ വരുന്നുണ്ട് കേട്ടോ. ഇതിന് ഫുള്ള് പൂക്കളാണിത്. പിന്നെ ഇത് പൂക്കൾ ഇതിന് പൂവ് നിൽക്കലില്ല കേട്ടോ. ഏത് സമയത്തും ഇങ്ങനെ പൂവ് പിന്നെ ഇട്ടുകൊണ്ടേ ഇരിക്കുന്ന ഒരു ചെടിയാണിത്. പിന്നെ അതുപോലെ ഇത് നമ്മളിങ്ങനെ അടി ഭാഗത്താണിത് പിന്നെ ഇല ഉണ്ടാവാനയക്കാതെയാണ് ഇത് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇതിൻ്റെ ഒരു പിന്നെ ഭംഗി എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ പിന്നെ ഇങ്ങനെ ഈ ഒരു പിന്നെ ഇല പിന്നെ അടിയിലെ കൊമ്പുകളൊന്നും ഉണ്ടാകാനയക്കാതെ ഇങ്ങനെ ഇതാക്കിയാണ് ഇതിൻ്റെ ഒരു പിന്നെ കാണാനുള്ള ഇത്ര ഒരു ഭംഗി. അടിയിലൊന്നും ഇലകൾ ഉണ്ടാകാനയച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം.